കുമരകം ശങ്കുണ്ണി മേനോൻ്റെ സ്മരണ നിലനിർത്താൻ നാടക പഠന കേന്ദ്രം. കുമരകം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റ കേരള ഘടകത്തിൻ്റെ സ്ഥാപക സംഘാടകനായിരുന്ന കുമരകം ശങ്കുണ്ണി മേനോൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഇപ്റ്റയുടെ നേതൃത്വത്തിൽ കുമരകത്തെ നാടക പഠന കേന്ദ്രം ആരംഭിച്ചു. കുമരകം ശങ്കുണ്ണി മേനോൻ അനുസ്മരണം ഐപ്സോ ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബിനു നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരായ സമരത്തിൽ ഇന്ത്യൻ ജനതയാകെ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ, ജനകീയ കലാപ്രസ്ഥാനം, ജനകീയ കലകളുടെ കേന്ദ്രമായി രൂപീകരിച്ചതാണ് IPTA എന്ന ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ. അതിവിടെ ചെറിയ വാക്കിനെ പറഞ്ഞു ബോംബെയിലും ഡൽഹിയിലും ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ വലിയ കലാകാരന്മാർ, രാജ്യമറിയുന്ന കലാകാരന്മാർ നടത്തിയ തെരുവുകളിൽ അവർ തെരുവ് നാടകങ്ങളും കലാപരിപാടികളും അവതരിപ്പിക്കുമ്പോൾ ആ നാടക സംഗീതത്തിനോടൊപ്പം, ആ കലാ പ്രൊസഷനോടൊപ്പം, ആ പ്രകടനത്തോടൊപ്പം ഒക്കെ പുറകിൽ നിന്ന് നടന്ന അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി PC ജോഷിയെ സൂചിപ്പിക്കുകയാണ്. ഒരു നാടകത്തിൽ, ഒരു കലാരൂപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ എത്ര ഇടപെടാൻ കഴിയുമെന്നും നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഘടനയാണ് KPSC എന്ന നാടക പ്രസ്ഥാനം. 1952 KPSCയുടെ ആദ്യത്തെ നാടകം നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം ആ രീതിയിൽ പുറത്തു വരുന്നത്. ആയിരക്കണക്കിന് പേര് കുമരകം ശങ്കുണ്ണി മേനോനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നടന്നു പോകാതെ മലയാളികളിൽ ഓർത്തിരിക്കുന്നത് ഈ കുമരകത്തിന്റെ പേര് കേരളം മുഴുവൻ, നമ്മുടെ നാട് മുഴുവൻ കൂടുതലാണ് പ്രചരിപ്പിച്ച ആദ്യത്തെ കുമരകക്കാരൻ കലാകാരനായിരുന്നു കുമരകം ശങ്കുണ്ണി മേനോൻ. ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് KP സുരേഷ് അധ്യക്ഷത വഹിച്ചു. നാടക പഠന കേന്ദ്രം ഇപ്റ്റ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആ വ്യക്തിത്വത്തിന്റെ ബഹുമുഖമായ കഴിവുകളെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യശിഷ്യം അത് ഫലപ്രദമായി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളതായി എനിക്ക് ഉറപ്പാണ്. കേരളത്തിൽ ഇപ്റ്റയുടെ പ്രഥമ സമ്മേളനം തെരഞ്ഞെടുത്ത എന്തുകൊണ്ടും ശ്രേഷ്ഠനായ ജനറൽ സെക്രട്ടറി ആയിരുന്നു കുമരകം ശങ്കുണ്ണി മേനോൻ. ബഹുമുഖമായ വ്യക്തിത്വത്തിലുള്ള ഏറ്റവും ലളിതമായ നാടകരൂപങ്ങൾ തയ്യാറായി എല്ലാ ആഴ്ചയിലും അവതരിപ്പിക്കുന്ന പതികരെയും സായാഹ്നത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നു അതിലൂടെ ഉണ്ടാവുക. അതിലൂടെ ഇല്ല, അതിന്റെ ഒരുപാട് ദൂരങ്ങൾ ചെയ്യാൻ കഴിയുന്ന യാതൊരു തർക്കവുമില്ല. ആലപ്പുഴയിൽ ഈ കായലിനപ്പുറത്ത് ഏതാണ്ട് 20-30 വർഷങ്ങൾക്കപ്പുറം നാടക പഠനകേന്ദ്രം ആരംഭിച്ചിരുന്നു. ആ നാടക പഠനകേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി വത്സൻ രാമംകുളത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിനു ബോസ്, സിന്ധു മധുസൂദനൻ, ജില്ലാ സെക്രട്ടറി പ്രദീപ് ശ്രീനിവാസൻ, വൈസ് പ്രസിഡന്റ് PK ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലോകത്തിലെ എല്ലാ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും, മനുഷ്യനെ നിലനിന്നിരുന്ന എല്ലാ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും തകർത്തുകൊണ്ടാണ് നാടകം എന്ന കല പ്രചോദനം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യ രൂപമെന്നാണ് നാടകം വിശേഷിപ്പിക്കപ്പെടുന്നത്. നാടക ചരിത്രത്തിലെ ലോകനാടക വേദികളുടെ ചരിത്രത്തിന് ഏതാണ്ട് 2000 വർഷം മുമ്പ് തുടക്കമാണ്. ക്രിസ്തുവിനും വളരെ കാലം മുന്നേ തന്നെ നിലനിന്നിരുന്ന ഒരു സംഘടിത രംഗകല എന്ന നിലയാണ് നാടകം അറിയപ്പെട്ടത്. അന്ന് പ്രാചീനമായി നിലനിന്നിരുന്ന 2 നാടകങ്ങളും
സോഫോക്ലേസും യൂറോപ്രസനും മിസ്കിലേസും അരിസ്റ്റോഫൻസും ഒക്കെ ചേർന്ന ഗ്രീക്ക് നാടകങ്ങളിൽ സമ്പന്നമായ